ഇൻഫോ പാർക്കിനടുത്തുള്ള 3 ബെഡ്റൂമുള്ള 55 ലക്ഷം രൂപയുടെ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നാല് മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. 8ഓളം വീടുകളുള്ള ഒരു വില്ല പ്രൊജക്റ്റിലെ ഒരു വീടാണിത്. 4 മീറ്ററോളമാണ് ഇതിന്റെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ പോളിഷും ആർട്ടിഫിഷ്യൽ ഗ്രാസും വരാനുണ്ട്. ഇവിടെയായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. 15 അടി നീളവും 8.5 അടിയോളം വീതിയുമാണ് ഈ കവേർഡ് കാർ പാർക്കിങ്ങിന് വരുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 6.5 അടിയാണ് ഇവിടെ വീതി വരുന്നത്. ഇവിടെയായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. വീടിന്റെ ഈ ഭാഗത്തായിട്ട് ഗാർഡൻ ചെയ്യാനുള്ള സ്പേസും ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസും നൽകിയിരിക്കുന്നു. വീടിന്റെ തെക്ക് ഭാഗത്ത് വരുമ്പോൾ ഏകദേശം 5 അടിയാണ് സെറ്റ് ബാക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ മെറ്റൽ ചിപ്സ് വിരിച്ച് ഭംഗിയായി ചെയ്തിരിക്കുന്നു. നമ്മളിപ്പോൾ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. ഏകദേശം 2 അടിയോളമാണ് ഇവിടെ സെറ്റ് ബാക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീടിന്റെ വടക്ക് ഭാഗത്താണുള്ളത്. ഇവിടെയും ഏകദേശം 3 അടിയോളമാണ് സെറ്റ് ബാക്ക് നൽകിയിരിക്കുന്നത്. താഴെയായിട്ട് മെറ്റൽ ചിപ്സ് വിരിച്ചിരിക്കുന്നു. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ വരുന്നത്. കിഴക്ക് ദർശനമായി വരുന്ന ഈ വീടിന്റെ സിറ്റൗട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏകദേശം 10 അടി നീളവും 3 അടി വീതിയുമാണ് ഈ സിറ്റൗട്ടിനുള്ളത്. സിറ്റൗട്ടിന്റെ ഫ്ലോറിംഗ് ഗ്രാനൈറ്റും ടൈലും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ പ്രധാന വാതിലും കിഴക്ക് ദർശനമായി തന്നെയാണ് വരുന്നത്. സിംഗിൾ ഡോർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലാണുള്ളത്. ഏകദേശം 10.8 അടി നീളവും 9.4 അടി വീതിയുമാണ് ഈ ലിവിംഗ് സ്പേസിനുള്ളത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിനെ ഡൈനിങ് സ്പേസിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ഒരു വർക്ക് നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഏകദേശം 14 അടി നീളവും 8.5 അടി വീതിയുമുള്ള ഈ ഡൈനിങ് സ്പേസിന്റെ ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. അവിടെയായിട്ട് ക്ലോസ്ഡ് കബോർഡ് നൽകിയിരിക്കുന്നു. അതിനുള്ളിൽ ഇൻവെർട്ടറിനുള്ള പ്രൊവിഷനും ഉണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഏകദേശം 8.5 അടി നീളവും 8 അടി വീതിയുമാണ് കിച്ചണിനുള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഏകദേശം 11 അടി നീളവും 3 അടി വീതിയുമുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂമാണിത്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണിത്. ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത വലിയൊരു വാൾഡ്രോബ് കാണാം. ഇപ്പോൾ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലാണുള്ളത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമ്മൾ മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗിലേക്കാണ്. ഏകദേശം 9 അടി നീളവും 8 അടി വീതിയുമാണ് ഈ ലിവിംഗ് സ്പേസിലുള്ളത്. ഇനി
നമ്മൾ ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഇതും സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് വരുന്നത്. ഏകദേശം 13 അടി നീളവും 12 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ട് വാൾഡ്രോബ് കാണാം. അത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. ഇവിടെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 14 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഇനി ഈ വീടിന്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ഏകദേശം 8.8 അടി നീളവും 7 അടിയിലേറെ വീതിയുമാണ് ഈ ബാൽക്കണിക്കുള്ളത്. നമ്മളിനി ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം 9 അടി നീളവും 8 അടി വീതിയുമാണ് ഈ യൂട്ടിലിറ്റി സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ, കിൻഫ്രയിലേക്ക് 9 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 1 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 55 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.